കോമൺ ആയിട്ട് നമുക്ക് മംഗോസ്റ്റിൻ അറിയാം. മംഗോസ്റ്റിൻ മിക്ക വീടുകളിലും സുലഭമായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്. മംഗോസ്റ്റിൻ ഫാമിലിയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. അതിൽ വരുന്നതാണ് ഇതെല്ലാം വരുന്നത് മംഗോസ്റ്റിൻ ഗാർസീനിയ ഫാമിലിയിൽ വരുന്ന വെറൈറ്റികളാണ്. ഗാർസീനിയ ആമസോണിക്ക, ലാൻസി ലീഫ് ഗാർസീനിയ, ഇംബെ, ഇതും നമ്മുടെ മംഗോസ്റ്റിൻ്റെ അതേ ഫാമിലിയിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ്. മെക്സിക്കൻ ഗാർസീനിയാണ്. അതിന് വേറെ പേര് പറയുന്നതാണ് ലൂക്ക് ഗാർസീനിയ എന്ന് പറയും. ഇതും മംഗോസ്റ്റിൻ ഫാമിലിയിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റിയാണ് മെക്സിക്കൻ ഗാർസീനിയ. അതുപോലെ ബക്കുരിപ്പാരി എന്ന് പറയും ഈ വെറൈറ്റി. ബക്കുരിപ്പാരി എന്നാണിത് പറയാ. ഇതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് മംഗോസ്റ്റിൻ ഫാമിലിയിൽ. നന്നായിട്ട് ഫ്ലഷ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഞാൻ അതിൻ്റെ ഇത് അച്ചാച്ചൂറാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ഫ്രൂട്ട് പരിചയപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ പ്ലാന്റ് ഇതാണ് വരുന്നത്. അച്ചാച്ചൂറും മംഗോസ്റ്റിൻ പോലൊക്കെ തന്നെ ഫ്ലഷ് വരുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഔട്ടർ സൈഡ് വരുന്നത് ഒരു ഓറഞ്ച് കളറിലാണ്, ഇൻസൈഡ് വൈറ്റ് ഫ്ലഷ് ആയിട്ട് തന്നെയാണ് അച്ചാച്ചൂർ വരുന്നത്. പിന്നെ ഇത് മഡ്രോണോ എന്ന് പറയും. മറഡോണോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മഡ്രോണോ എന്ന് പറയും. ഫ്രൂട്ട് തന്നെയാണ്. ഇതൊരു യെല്ലോ കളറിലാണ് വരുന്നത്. യെല്ലോ കളർ ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. അബിയുവിൻ്റെ ഫാമിലി തന്നെ വരുന്ന വേറൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് ആപ്പിൾ എന്ന് പറയുന്നത്. ഫ്രൂട്ട് കണ്ടോ, കാണുമ്പോൾ ഒരു അബിയു ടച്ച് ഉണ്ട്, പക്ഷെ വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നല്ല സ്വീറ്റ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ്. പക്ഷെ അബിയു പോലെ പെട്ടെന്ന് കായ്ക്കുന്നില്ല. നമുക്കൊരു 3 വർഷം മുതലാണ് നമ്മുടെ ബ്ലാക്ക് ആപ്പിൾ കായ്ച്ചു തുടങ്ങുന്നത്. നോർമൽ കൊക്കോ എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. ഇത് വേറൊരു സാധനമാണ്, മൊക്കാമ്പോ എന്ന് പറയും, അല്ലെങ്കിൽ വൈറ്റ് കൊക്കോ. അതാണ് എൻ്റെ പ്ലാന്റ് വരുന്നത്. പിന്നെ ഫ്രഷ് ആണ് കൂടുതലും ടേസ്റ്റി ആയിട്ട് വരുന്നത്. സീഡ് നല്ലത് തന്നെ. ഇതിൻ്റെ ഒരു പാർട്ട് നമുക്ക് കളയേണ്ടതായിട്ടില്ല. എല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ സീഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കാഷ്യൂ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ഫ്ലഷ് ആണെങ്കിൽ ഭയങ്കര സ്വീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഫ്ലഷും ഉപയോഗിക്കുന്നുണ്ട്. സീഡ്ലിംഗ് പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത്. ഒരു 3 വർഷം മുതൽ ഇതൊക്കെ അയച്ചു തുടങ്ങുന്നുണ്ട്. അരക്കാപ്പേര എന്ന് പറയും, അല്ലെങ്കിൽ ബ്രസീലിയൻ പെർഫ്യൂമഡ് ഗുവാന്ന് എന്നൊരു പേരുണ്ട്. ഇത് വരുന്നത് ബ്രസീലിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. കാണാൻ നമ്മുടെ പേരക്ക പോലെയൊക്കെ സാദൃശ്യം ഉണ്ടെങ്കിലും പേരക്കയല്ല. ഇതിൻ്റെ ഫ്ലേവർ വന്നത് ഒരു പൈനാപ്പിൾ ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലേവർ പറയാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. കൂടുതലും ജ്യൂസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു ഗുഡ് ഫ്ലേവറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അരക്കാപ്പേര എന്ന് പറയുന്നത്. ഇത് മലയാളികളാണ്. ചക്ക മാങ്ങ ഇട്ടുള്ള കളികൾ നമുക്കില്ല. ഞാൻ കുറച്ച് ഫ്ലവർ വെറൈറ്റീസ് പരിചയപ്പെടാം. ഫ്ലവറിൽ വരുന്നത് ആദ്യം വിയറ്റ്നാം സൂപ്പർ എർലി. നട്ട് സമയം ഒരുപാട് കാത്തു നിൽക്കാത്ത സമയം ഇല്ലാത്ത ആൾക്കാർക്ക് വെക്കാവുന്ന വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. 1.5 വർഷം മുതൽ നമുക്ക് കായ്ഫലം തരുന്ന വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. അതുപോലെ തന്നെ ഡങ്സൂരി ഒരു 2.5 വർഷം മുതൽ നമുക്ക് കായ്ഫലം തരുന്നതാണ്. ഡങ്സൂരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ചൊള്ളിയായിരിക്കും അതിൻ്റെ കളർ വരുന്നത്. ഇത് വരുന്നത് ഫിലിപ്പീൻസിൻ്റെ ഒരു വെറൈറ്റിയാണ്. എവിയാർക്ക് എന്ന് പറയും. മധുരത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്തൊരു വെറൈറ്റിയാണ്. ഭയങ്കര മധുരമാണ് എവിയാർക്ക് ജാക്കിൻ്റെ ഫ്ലഷിന് വരുന്നത്. ഇത് 3 വർഷം മുതലാണ് എവിയാർക്ക് കായ്ച്ചു തുടങ്ങുന്നത്. കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുത്തായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എവിയാർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും എവിയാർക്ക്. പിന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് സീഡ് ഫ്രീ ജാക്ക് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ പോലെ ഇരിക്കും. അതായത് നമുക്ക് വേറെ ഈ ചവണ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പശ അതൊന്നും ഈ വെറൈറ്റിക്കില്ല. എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ സീഡ് ഫ്രീ ജാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് കംബോഡിയയുടെ ഒരു വെറൈറ്റിയാണ്. കംബോഡിയൻ ഹണി ജാക്ക് എന്ന് പറയും. അതുപോലെ ഹണി പോലെ തന്നെ അത്രയും തേൻ പോലെ മധുരം വരുന്ന ഒരു വെറൈറ്റിയാണ് കംബോഡിയയുടെ വരുന്ന വെറൈറ്റിയാണ്. ഒരു ഓറഞ്ച് യെല്ലോ മിക്സ് കളറിലാണ് ഇതിൻ്റെ ഫ്ലഷ് വരുന്നത്. അടുത്ത് വരുന്നത് നമ്മൾ താമര ചക്ക അല്ലെങ്കിൽ രുദ്രാക്ഷ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഉരുണ്ട ടൈപ്പ് വരുന്നൊരു ചക്കയാണ്. ഇത് ചെറിയ ചക്കയാണ്, പക്ഷെ നല്ല മധുരം തന്നെ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്ലാവ് കളക്ഷൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ വരുന്നതാണ് എവിയാർക്ക് എന്ന് പറഞ്ഞൊരു കളക്ഷൻ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എവിയാർക്ക്. കൂടുതലും സെയിൽ പോകുന്നൊരു വെറൈറ്റിയാണ് എവിയാർക്ക്. പിന്നെ ഇതെല്ലാവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്ക് തന്നെ ഡ്രമ്മുകളിൽ ചെയ്യാവുന്നതാണ്. ചക്ക ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഡ്രമ്മിൽ കട്ട് ചെയ്ത് വെച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും സ്ഥലം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ബഡ് ചെയ്ത് തൈകളായതുകൊണ്ട് തന്നെ ഡ്രമ്മുകളിൽ വെച്ച് നമുക്ക് വളർത്തി കായ്ഫലം ചെയ്യാവുന്നതാണ്. നമ്മൾ
ജാക്ക് പരിചയപ്പെട്ടു. അതേ ഫാമിലിയിൽ തന്നെ വരുന്ന കുറച്ച് വേറെ വെറൈറ്റീസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് പറയുന്നത് മെൻഡാവ എന്ന് പറയും ഈ പ്ലാന്റ് വരുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കടപ്ലാവൊക്കെ ആയിട്ട് തോന്നാം, പക്ഷെ ആ വെറൈറ്റി അല്ല. നമ്മുടെ ആഞ്ഞിലി ചക്കയുടെ ഒക്കെ ഒരു കുടുംബക്കാരനാണ്, പക്ഷെ പേര് വരുന്നത് മെൻഡാവയാണ്. നമ്മുടെ ആഞ്ഞിലിയെക്കാളും ബെറ്റർ വെറൈറ്റിയാണ്. ഫ്രൂട്ടിൻ്റെ വലിപ്പം കൊണ്ടായാലും ഫ്ലഷിൻ്റെ ടേസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ആഞ്ഞിലിയേക്കാളും കൂടുതൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ മെൻഡാവ. അതുപോലെ തന്നെ വരുന്നതാണ് പിങ്കൻ എന്ന് പറയും. ഇതിൻ്റെ ടാഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് വൈറ്റ് ഫ്ലഷിലാണ് ഇത് വരുന്നത്. ഇതും സെയിം നമ്മുടെ ആഞ്ഞിലിയുടെ ഫാമിലിയിൽ വരുന്നതുകൊണ്ടാണ്. നമുക്ക് നേമി സപ്പോർട്ടേ പരിചയപ്പെടാം. നമ്മുടെ ഗാർഡനിൽ നന്നായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് നേമി സപ്പോർട്ട. സീലിംഗ് പ്ലാന്റുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രൂട്ടിൻ്റെ വെയിറ്റ് ആണെങ്കിൽ ഒരു 2 കിലോളം വരുന്നുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടായി ഒരു 1 ഇയർ എടുത്തിട്ടാണ് അത് പഴുത്ത് വരുന്നത്. ഉള്ളിൽ റെഡിഷ് ഫ്ലഷാണ് വരുന്നത്. ഒരുപാട് ഫ്ലഷ് ഉണ്ടെന്ന് കഴിക്കാനായിട്ട്. സ്കൂപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഒരുപാട് ഫ്ലഷ്, ഭയങ്കര ടേസ്റ്റാണ്. വച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അത് ഫ്രൂട്ടാണെങ്കിലും, പക്ഷെ വച്ച് കഴിഞ്ഞാൽ വെറുത്താണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നേമി സപ്പോർട്ട. ഇനി നമുക്ക് കെപ്പൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് പരിചയപ്പെടാം. കെപ്പൽ ഫ്രൂട്ട്, കെപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്തോനേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. നോർത്ത് രാജാക്കന്മാരുടെ അവിടെയാണ് ആ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പുറത്തേക്ക് കൊടുക്കുന്നുണ്ടായില്ല. ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രൂട്ട്സാണ് കെപ്പൽ. അപ്പോൾ അത് നമ്മുടെ ഇവിടെ വെളിയത്ത് ഗാർഡൻസിൽ കായ്ക്കുകയുണ്ടായി. ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു മാംഗോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. അതുപോലത്തെ ഒരു ടേസ്റ്റാണ് മാംഗോ കെപ്പൽ ഫ്രൂട്ട് വരുന്നത്. പിന്നെ എല്ലാവരും മോസ്റ്റ് കെപ്പലിനെ പറയുന്നത് പെർഫ്യൂം ഫ്രൂട്ട് എന്നാണ്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വരെ പെർഫ്യൂം സ്മെല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് വരുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ പ്ലാന്റ്സുകൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ്. ഈ ഒരു വലുപ്പത്തിലാണ് തൈകൾ വരുന്നത്. നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസ് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കളക്ഷൻസിൽ വരുന്നത് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. നോർമലി നമുക്ക് നേഴ്സറിയിൽ കിട്ടുന്ന ടൈപ്പ് വെറൈറ്റികളല്ല, നമുക്കതെല്ലാം ഹൈബ്രിഡ് ആണ്. ഇങ്ങനത്തെ ഓരോ വെറൈറ്റികളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരുപാട് വരുന്നതെന്ന് പറഞ്ഞാൽ 4-5 കളക്ഷൻസാണ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നോർമൽ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ പെട്ടെന്ന് ഈൽഡാവുന്നതാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ഒരു മിനിമം ഒരു 400 grams വരെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യലി ചെയ്യുന്നവർക്ക് നമ്മുടെ നോർമൽ ടൈപ്പാണ് പെട്ടെന്ന് അത് ചുങ്ങി പോകുന്ന ടൈപ്പാണ്. പക്ഷേ ഈ വരുന്നതൊന്നും അങ്ങനെ പെട്ടെന്ന് ചുങ്ങി പോവാതെ ഒരു മാസക്കാലോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഈൽഡ് കിട്ടുന്നതാണ്. കൊമേഴ്ഷ്യലി ചെയ്യാവുന്നവർക്ക് വയ്ക്കാവുന്ന വെറൈറ്റീസാണ് ഇതെല്ലാം. റെയർ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി തൈകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ജബോട്ടിക്കാബ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജബോട്ടിക്കാബ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുറേ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് കുറച്ച്, അതായത് റേറ്റിംഗിൽ തന്നെ കുറച്ച് താഴെ നിൽക്കുന്ന കുറച്ച് വെറൈറ്റി തന്നെ നമുക്കുണ്ട്. അതായത് എസ്കാർലെറ്റ്, റെഡ് ഹൈബ്രിഡ്, പിക്കോസി. ഇതാണ് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന വെറൈറ്റി. കാരണം ഇത് പെട്ടെന്ന് കായ്ക്കുന്നതാണ്. ഒരു 2.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്ന വെറൈറ്റികളാണ് ഇതൊക്കെ. ഇതൊരു 750-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകൾ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ജബോട്ടിക്കാബയിൽ ഒരുപാട് റെയറായിട്ട് വരുന്ന കുറച്ച് വെറൈറ്റികളുണ്ട്. ഇതും ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഒരു 3 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്ന വെറൈറ്റികൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്കൊരു ഫ്രൂട്ട് പരിചയപ്പെടാം. ഇതെന്ന് പറയുന്നത് ഒലോസാപ്പോ എന്ന് പറയും. സെൻട്രൽ അമേരിക്കയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഒലോസാപ്പോ. ശർക്കരപ്പഴം എന്നും കോമൺലി ആൾക്കാർ പറയുന്നുണ്ട് ഈ ഫ്രൂട്ടിന്. അത്രയും മധുരമാണ് ഒലോസാപ്പോയ്ക്ക് വരുന്നത്. കാണാൻ നമ്മുടെ ഒരു ചെറുപഴത്തിനോടൊക്കെ സാദൃശ്യമായിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഫ്ലേവറാണ്. പെട്ടെന്ന് തന്നെ സീലിംഗ് തൈകളാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 3.5 വർഷം മുതൽ സീലിംഗ് തൈകൾ കായ്ക്കുന്നുണ്ട്. ചെറിയ വെറൈറ്റീസ് ഒന്ന് പരിചയപ്പെടുത്താമോ? നമുക്ക് പല കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടും. ചെറിയ വെറൈറ്റീസ് നമുക്ക് കൂടുതൽ പോകുന്നൊരു വെറൈറ്റിയാണ് ചെറിയോ ഫ്രിയോ ഗ്രാൻഡ്, ഗ്രൂമിക് ഷാമ, അതുപോലെ തന്നെ സാവന്ന ചെറി എന്ന് പറയും. ഇത് 3ഉം സെയിം ഫാമിലിയിൽ വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റികളാണ് വരുന്നത്. ഇത് നമ്മുടെ ഗാർഡനിൽ നന്നായിട്ട് കായ്ക്കുന്നതും കസ്റ്റമേഴ്സ് കൂടുതലും കൊണ്ടുപോകുന്ന ഒരു വെറൈറ്റീസാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ ചെറികളിൽ തന്നെ പിന്നെ വരുന്നതാണ് റേറ്റ് കുറച്ച് താഴത്തേക്ക് വരുന്ന കുറച്ച് വെറൈറ്റികളാണ് സെഡാർബേ ചെറി, അതുപോലെ തന്നെ
ബോലിബെറി അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റികൾ റേറ്റ് തന്നെ താഴത്തോട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് നാട്ടിൽ കൂടുതൽ അറിയപ്പെടുന്നത് മംഗോസ്റ്റിൻ അറിയായിരിക്കും. മംഗോസ്റ്റിൻ്റെ അതേ ഫാമിലി തന്നെ വരുന്ന വേറൊരു വെറൈറ്റിയാണ് അച്ചാച്ചൂർ. അച്ചാച്ചൂർ നല്ലൊരു ഫ്രൂട്ടാണ്. മംഗോസ്റ്റിനൊക്കെ പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അച്ചാച്ചൂർ. ഒരു 500 റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും. മഴ സമയത്ത് നമുക്ക് നന്നായിട്ട് കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഒരു പ്ലം ടൈപ്പ് തന്നെയാണ്. വലിയ മരമാവാതെ ഒരു ബുഷി ടൈപ്പിൽ സ്ഥലം കുറവുള്ളവർക്ക് വേണ്ടി ചട്ടിയിലും വയ്ക്കാവുന്ന ഒരു വെറൈറ്റിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഒരുപാട് വെയിൽ വേണ്ട ഒരു ഷെയ്ഡ് ലവിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. 2.5 വർഷം മുതൽ തന്നെ ഇത് കായ്ഫലം തന്നു തുടങ്ങുന്നുണ്ട്.